നമുക്ക് ഇന്ന് ജിയെന്ന ബേരറ്റ മോളയെക്കുറിച്ച് കേട്ടാലോ? ആൽബർട്ടും മരിയും ഉത്തമ ദമ്പതികൾ ആയിരുന്നു. അവർ ഒത്തിരി മക്കളെ ആഗ്രഹിച്ചിരുന്നു. സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് അവർക്ക് വഴികാട്ടിയായത്. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ദാനമായി കിട്ടിയ മക്കളെ ദൈവഭക്തിയിലും സ്നേഹത്തിലും വളർത്താൻ ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. 13 മക്കളെ മരിയ പ്രസവിച്ചു. എളിയ സ്ത്രീയായിരുന്നു അവൾ, അതേസമയം ശക്തയായിരുന്നു. സ്നേഹം കൊണ്ട് മക്കളെ നയിക്കാൻ അവർക്ക് കഴിഞ്ഞു. മക്കളുടെ പഠനത്തിൽ ശ്രദ്ധ വച്ചു. രാവിലെ വിശുദ്ധ കുർബാനക്ക് അവരെ കൊണ്ടുപോയി. വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഒഴിവു സമയങ്ങളിൽ പരസ്നേഹ പ്രവർത്തികളിൽ ഏർപ്പെട്ടു. മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാനും ദാരിദ്ര്യർക്ക് സമ്മാനിക്കാനുമായി ആ അമ്മ വസ്ത്രങ്ങൾ തുന്നുമായിരുന്നു. ആൽബർട്ട് ഒരു നല്ല പിതാവായിരുന്നു. നിത്യവും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഉപവിപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലത്തു മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിനാൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം വളർന്നത്. അതിനാൽ ദാരിദ്ര്യരോടുള്ള സ്നേഹവും മക്കളോടുള്ള കരുതലും അദ്ദേഹത്തിൽ ധാരാളമുണ്ടായിരുന്നു. പക്ഷേ ഈ ചെറിയ സഹനങ്ങളെല്ലാം ആ കുടുംബത്തെ വളർത്തുകയാണ് ചെയ്തത്. മജന്തായിലെ ഫ്രാൻസിസ്കൻ ആശ്രമദേവാലയത്തിനടുത്താണ് അവർ വീട് വച്ച് താമസിച്ചത്. എന്നും കുർബാനയിൽ പങ്കെടുക്കാൻ അത് സഹായിച്ചു. എന്നും രാത്രി മുട്ടുകുത്തി അവർ പ്രാർത്ഥിക്കും. കൊന്ത നയിക്കുന്നത് അപ്പച്ചനായിരുന്നു. കുട്ടികളെല്ലാം ഉറക്കെ പ്രാർത്ഥനകൾ ചൊല്ലും. മക്കൾ പഠിച്ചു മിടുക്കരായി. 8 പേരിൽ 4 പേർ ഡോക്ടർ ബിരുദവും 2 പേർ എഞ്ചിനീയറിംഗ് ബിരുദവും സമ്പാദിച്ചു. ജിയന്നയുടെ ഒരു ഡോക്ടർ സഹോദരനും ഒരു എഞ്ചിനീയർ സഹോദരനും പിന്നീട് വൈദികരായി. അനിയത്തി വിർജീനിയ ഡോക്ടർ ആയതിനുശേഷം മഠത്തിൽ ചേർന്ന് കന്യസ്ത്രീയായി. വലിയൊരു കുടുംബത്തിലെ അംഗമായി ജിയന്ന വളർന്നുവന്നു. എല്ലാ കുട്ടികളെയും പോലെ കളിച്ചും ചിരിച്ചും കരഞ്ഞും പറഞ്ഞും അവൾ വളർന്നു. അതിനിടയിൽ 1925-ൽ ആ കുടുംബം ബെർഗമോയിലേക്ക് താമസം മാറ്റി. അപ്പോൾ ജിയനക്ക് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 1928 ഏപ്രിൽ 4-ന് അവളുടെ ജീവിതത്തിലെ വിശേഷപ്പെട്ട ഒരു സുദിനം ആയിരുന്നു. അന്നാണ് 5.5 വയസ്സുള്ള ജിയന്ന എന്ന ബാലിക ആദ്യ കുർബാന സ്വീകരണം നടത്തിയത്. ഇടവക പള്ളിയിൽ വച്ച് നടന്ന ആ പുണ്യ നിമിഷങ്ങളിൽ യേശു ജിയന്നയുടെ നാവിൽ അപ്പമായി അവതരിച്ചു. ഹൃദയത്തിൽ വസിച്ചു. അന്നു മുതൽ എല്ലാ ദിവസവും അവൾ അമ്മയോടൊപ്പം വിശുദ്ധ കുർബാനക്ക് പോവുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തു പോന്നു. 6 വയസ്സാകും മുൻപേ ജിയനയെ സ്കൂളിൽ ചേർത്തു. അടുത്തുള്ള മഠം വക സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ഉത്സാഹത്തോടെ അവൾ പഠിച്ചു. എങ്കിലും ചില വിഷയങ്ങൾ അവൾക്ക് പ്രയാസമായിരുന്നു. കണക്ക് പഠിക്കാനായി അവളെ ട്യൂഷന് ചേർത്തി. ഇറ്റാലിയൻ ഭാഷയിൽ ഒരു തവണ തോൽക്കുകയും ചെയ്തു. എന്നാൽ അവൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു.